or claims to be tried or the magistrate does not convict the accused under 264. അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 264 ശിക്ഷിക്കാൻ പറ്റില്ല. മജിസ്ട്രേറ്റ് ഷാൽ ഫിക്സ് എ ഡേ ഫോർ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്. അപ്പോഴാണ് ഒന്നാമത്തെ സാക്ഷിക്ക് സമൻസ് അയക്കട്ടെ എന്ന് പറയും. Provided that the magistrate shall supply the advance to the accused statement of witness record during the investigation by the police. പോലീസ് നമുക്കെതിരെ കൊണ്ടുവന്നേക്കുന്ന ചാർജ് ഷീറ്റ് അപ്പോൾ ഇഷ്യൂ ചെയ്യും. ചാർജ് ഷീറ്റ് മേടിച്ചോണ്ട് പോ എന്ന് പറയും. അപ്പൊ വക്കീൽ ഇത് മേടിച്ചിട്ട് പറയും കോപ്പി റിസീവ്ഡ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കും. മനസ്സിലായോ? On the date fixed, the magistrate shall proceed to take all such evidence as may be produced to support the prosecution. പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്തെല്ലാം തെളിവുകളാണോ കൊണ്ടുവന്നത് ആ തെളിവുകളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. മനസ്സിലായോ? Provided that the magistrate may permit cross examination of the witness to be deferred until any other witness or witnesses have been examined, recall the witness for the further cross examination. അപ്പോ പ്രൊവൈഡ് മജിസ്ട്രേറ്റ് പെർമിറ്റ് ക്രോസ് എക്സാമിനേഷൻ. ഒരു സാക്ഷി വന്നാൽ അതിനെ ചീഫ് എക്സാമിനേഷൻ എന്ന് പറയും. അതിനെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്ന ആരാണ്? ഡിഫൻസ് ലോയറാണ്. വക്കീലിന്റെ ഏറ്റവും വലിയ കഴിവാണ് ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷൻ. ഇത്രയും ഈ ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷൻ ഇല്ലാത്ത വക്കീൽ ഫെയിലിയർ ആയി. അങ്ങനെ എക്സാമിൻ ചെയ്തവരെ റീകോൾ ചെയ്യാനും പറ്റും. എന്തു പ്രകാരം റീകോൾ ചെയ്യാൻ പറ്റും? Provide further that the evidence of witness under subsection may be recorded in audio, video, electronic means. ഇങ്ങനെയുള്ള വിറ്റ്നസ് ട്രയൽ ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് മീൻസിൽ എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതാണ് ട്രയൽ. അടുത്ത വായിക്കണോ? 266 വായിക്കണോ? എവിഡൻസ് ഫോർ ഡിഫൻസ് എവിഡൻസ് കൊടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം, ഞാനാണ് പ്രതി, പോക്സോ കേസിലാണ് പെട്ടത്. ഞാൻ പോക്സോ ചെയ്തിട്ടില്ലെന്നും ഞാൻ കുട്ടിയെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക ഉദ്ദേശത്തോടെ അല്ലെന്നും തെളിയിക്കലാണ് ഡിഫൻസ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ നടത്തിയൊരു കേസ് 16/4/2019 ഉച്ചയ്ക്ക് ചായ കുടിക്കുന്ന സമയം അപ്പാപ്പൻ എന്നെ കയ്യാട്ടി വിളിച്ചു. എനിക്ക് മിഠായി തന്നു. വീട്ടിനകത്ത് കൊണ്ടുപോയി TV വോളിയം കൂട്ടിവെച്ചു. സോഫയിൽ ഇരുത്തി എന്നെ പിടിച്ച് മടിയിലിരുത്തി ഷഡ്ഡിക്കകത്ത് കൂടി മൂത്രമൊഴിക്കുന്ന സ്ഥാനത്ത് തൊട്ടു. ഇതാണ് ഒഫൻസ്. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴാ? 14/1/2019 ഉച്ച കഴിഞ്ഞ് ചായ കുടിക്കുന്ന സമയം അല്ലേ? അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ തെളിയിക്കേണ്ടത് അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നോ അല്ലയോ അല്ലേ? നേരെ ആ ദിവസം കലണ്ടർ നോക്കിയപ്പോൾ അന്ന് തിങ്കളാഴ്ചയാണ്. സ്കൂള് അവധിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്കൂളിൽ പോയി. സ്കൂളുള്ള ദിവസമായിരുന്നെങ്കിൽ കുട്ടി ഹാജരായിട്ടുണ്ടോ എന്ന് അറ്റൻഡൻസ് പരിശോധിച്ചു. കുട്ടി ഹാജരാണ്. ഉച്ച കഴിഞ്ഞ് കുട്ടി ഹാജരാണോ എന്ന് പരിശോധിച്ചു. ഉച്ച കഴിഞ്ഞ് ഹാജരാണ്. അപ്പൊ എന്താ ഡിഫൻസ്? സ്കൂൾ ഇല്ലാത്ത ദിവസമായിരുന്നു എന്ന് പറയുന്ന തെറ്റാണ് ഹെഡ് മാസ്റ്ററെ വിസ്തരിക്കണം. ഡിഫൻസ് വിറ്റ്നസ് 1. മനസ്സിലായോ? ഉച്ച തിരിഞ്ഞ് ചായ കുടിക്കുന്ന സമയം കുട്ടി വീട്ടിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം അല്ലേ? സ്കൂളിൽ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രകാരം കുട്ടി ഉച്ച കഴിഞ്ഞു ആബ്സെന്റ് ആണ്. അതിനു മുമ്പേ ആരും വന്ന് വിളിച്ചതായി രേഖകളിലില്ല. അതുകൊണ്ട് കുട്ടിയെ ആരും വിളിച്ചുകൊണ്ട് പോയിട്ടില്ല. 2, 3:30 മണി കഴിഞ്ഞതിന് ശേഷമാണ്, 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂൾ വിടുന്നത്. അന്നത്തെ സ്കൂൾ ബസ്സിൽ കുട്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കണം അല്ലേ? അപ്പൊ സ്കൂൾ ബസ്സിലെ ഡ്രൈവറെയും ആന്റിയെയും കണ്ടെത്തി കോടതി കൊണ്ടുവന്നു. അന്നേ പർട്ടിക്കുലർ ദിവസം എന്തുണ്ട്? കുട്ടി എവിടെയുണ്ട്? ബസ്സിലുണ്ട്. ബസ്സിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടോ? ഇല്ല. പിന്നെ ആ ദിവസം എങ്ങനെ ബസ്സിലുണ്ടെന്ന് അറിയും? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു കേസുമായി ബന്ധപ്പെട്ട് ആണെന്നും അതിന്റെ പേരിൽ ഒരു പ്രായമായ പുരുഷനെ അറസ്റ്റ് ചെയ്തു എന്നും വാർത്ത കേട്ടു. അപ്പോഴേക്കും
2 ദിവസം വ്യത്യാസമേ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്.